അമേരിക്കയുടെയും 6 ഗൾഫ് രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന കൂടി വരുന്നുണ്ടല്ലോ ഇറാന്റെ ആക്രമണങ്ങൾ സംബന്ധിച്ച്. ഈ ആക്രമണങ്ങൾ മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്ന് ഈ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇറാന്റെ ആക്രമണങ്ങളെ ഈ രാജ്യങ്ങൾ കൂട്ടമായി അപലപിക്കുന്നുണ്ട്. കുവൈറ്റ്, സൗദി, ബഹ്റൈൻ, ഖത്തർ, ജോർദാൻ, UAE ഈ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയാണ് അത്. പക്ഷേ ഇതിന്റെ ഭാഗമാകുന്നില്ല ഒമാൻ എന്നത് ശ്രദ്ധേയമാണ്. ഇറാൻ അപകടകരമായ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നു എന്നാണ് ഈ ഗൾഫ് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന പറയുന്നത്. നേരത്തെ ഈ സംഘർഷമുണ്ടായ ഘട്ടത്തിലൊക്കെ മധ്യസ്ഥ റോളിൽ നമ്മൾ ഒമാനെ കണ്ടതാണ്. അത്തരത്തിൽ ഒരു സാധ്യതയും ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നില്ലല്ലോ മുഹമ്മദ് റഹീസ്. ഉന്മേഷ്, ഇതിൽ ഒമാനാണ് സത്യത്തിൽ ഒരു മീഡിയേറ്റർ റോള് സ്വാഭാവികമായിട്ടും ഒമാൻ എടുക്കുമെന്നുള്ള കാര്യം നമുക്ക് അറിയാമായിരുന്നു. ഇന്നലെ രാത്രി നടന്ന ചർച്ചകളിലുമൊക്കെ ഒമാനാണ് അത്തരത്തിലൊരു റോൾ എടുത്തത്. അതിനുശേഷം ഒമാൻ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരും ഒപ്പം തന്നെ ചില പ്രതിനിധികളും ഒക്കെയാണ് ഈ ചർച്ചയ്ക്ക് തയ്യാറാണ് ഇറാൻ എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഒപ്പം തന്നെ ഒരു നയതന്ത്ര തലത്തിൽ തന്നെ ഇടപെടലുകൾ ഉണ്ടാകണം, യുദ്ധം അല്ല അല്ലെങ്കിൽ തിരിച്ചാക്രമിക്കുന്നതല്ല ഈ ഒരു യഥാർത്ഥ സമാധാനം കൊണ്ടുവരിക എന്നുള്ള നിലപാടുകളിലേക്കൊക്കെ പോയി. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒമാനിൽ ഇന്ന് കാര്യമായി ആക്രമണം ഉണ്ടാകുമ്പോൾ അപ്പോൾ പിന്നെ ഒമാൻ ഏത് തരത്തിലേക്ക് അവരുടെ നിലപാട് മാറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഈ പ്രസ്താവന പുറത്തിറക്കിയതിൽ ഒമാൻ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ മറ്റ് രാജ്യങ്ങളൊക്കെയും ഈ തരത്തിൽ ഇറാനെതിരെ ഒരു പടി കൂടി കടന്നുള്ള നിലപാട് സ്വീകരിക്കണം, അല്ലെങ്കിൽ അത് കൂടുതൽ കടുപ്പിക്കണം. വാക്കാലോ പ്രസ്താവനകളാലോ മാത്രം ഒതുങ്ങുന്ന തരത്തിലേക്ക് ഈ ഒരു അല്ലെങ്കിൽ പ്രതിരോധം തീർക്കുന്നതിലേക്ക് മാത്രമാകരുത് തങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ തങ്ങൾ അതിലേക്ക് മാത്രം നോട്ടം എത്തിക്കരുത്, അതിന് ഒരു പടി കൂടി കടന്ന് മുന്നോട്ട് പോകണം എന്ന നിലപാടിലേക്ക് ഈ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വരുമ്പോൾ ഒമാനെ പോലുള്ള രാജ്യങ്ങളാണ് അതിനെ ഒന്ന് തണുപ്പിച്ചു നിർത്തി ഇറാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഏതെങ്കിലും തരത്തിൽ ശ്രമിച്ചത്. പക്ഷേ അതിനൊന്നും ഇടയില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒമാൻ ഇതിൽ പ്രസ്താവനയിൽ ഒപ്പിട്ടിട്ടില്ല എങ്കിലും ഒമാന് അതിനപ്പുറത്തേക്ക് കടന്നൊരു പരിധിക്കപ്പുറം ഇനി ഇറാനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ കഴിയും, എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയും, അവർക്കൊരു വഴി ഉണ്ടാക്കാൻ കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ സമ്മർദ്ദത്തിന്റെ ഇറാൻ ഉണ്ടാക്കുന്ന ഓരോ സമ്മർദ്ദത്തിനും ഒപ്പം ചേർന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി മാറും. കാരണം ഒമാൻ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. സൗദിയിൽ ആദ്യ ദിവസം ആക്രമണം ഉണ്ടായി, ഇന്നലെ ആക്രമണം ഉണ്ടായില്ല. പക്ഷെ ഇന്ന് വീണ്ടും ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും ആക്രമണം ഉണ്ടാകുമ്പോൾ സൗദി സ്വാഭാവികമായിട്ടും ഒരു ശക്തമായ തീരുമാനം എടുക്കുന്നതിലേക്ക് നീങ്ങും. പിന്നീട് ശക്തമായ തീരുമാനം ഉണ്ടാവുക എന്തായാലും UAE ഭാഗത്ത് നിന്നായിരിക്കും. ഒരു നിലയ്ക്കും UAE യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ പല മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. പക്ഷെ എത്ര നാൾ ഇതിങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് എത്ര ദിവസത്തേക്ക് ഇതുപോലെ ഈ പ്രതിരോധം മാത്രം തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റും? ഏതെങ്കിലും തരത്തിൽ ഈ തിരിച്ചടികൾക്ക് പിന്തുണ നൽകുന്ന നിലപാട് UAE ഭാഗത്തു നിന്നൊക്കെയും ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ തിരിച്ചടിക്ക് പിന്തുണ നൽകുന്ന, അതായത് പ്രത്യക്ഷത്തിൽ തന്നെ പിന്തുണ നൽകുന്ന നിലപാടിലേക്ക് ഏതെങ്കിലും നിലത്തിൽ കടക്കുമോ എന്നുള്ളതൊക്കെയും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിന്ന് തന്നെ പോവുകയാണ്. എന്തായാലും ഈ സംയുക്ത പ്രസ്താവന അത് ഒരു പടി കൂടി കടന്നിട്ട് ഉള്ള ഇറാനുള്ള മുന്നറിയിപ്പായിട്ട് നിലവിൽ കാണേണ്ടി വരും. നേരത്തെ ഓരോ രാജ്യങ്ങളും അപലപിച്ചിരുന്നു, മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അപലപിച്ചിരുന്നു, GCC ഒന്നാകെ അപലപിച്ചിരുന്നു. ഇതിപ്പോൾ ഒരു സംയുക്ത പ്രസ്താവന കൂടി വരുമ്പോൾ ഗൾഫ് മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഈ ആക്രമണം നീങ്ങുന്നു എന്നുള്ള ഒരു പ്രസ്താവന വരുമ്പോൾ അതിന് പല മാനങ്ങളുമുണ്ട്. ഏതെങ്കിലും നിലയ്ക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഈ രാജ്യങ്ങൾ കടക്കാൻ നിർബന്ധിതരായി വരുന്നു. അങ്ങനെ നിർബന്ധിതരാക്കരുത് തങ്ങൾക്ക് ആ രീതിയിലേക്ക് പോകാൻ താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ ഇത് പതുക്കെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സംഘർഷം അത് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ കൂടി മറ്റൊരു തരത്തിൽ വ്യാപിക്കുന്നുണ്ട്. അത് ഈ യാത്രകളുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഈ തുർക്കി അവരുടെ കൂടുതൽ വിമാന സർവീസുകൾ ഇപ്പോൾ റദ്ദാക്കുന്നതായി അറിയിക്കുന്നു. വെള്ളിയാഴ്ച വരെ അത് ഇറാനിലേക്കും ഇറാഖിലേക്കും ജോർദാനിലേക്കും സിറിയയിലേക്കും ഒപ്പം ലെബനിലേക്കുമുള്ള കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കിയതായി തുർക്കിയുടെ ഔദ്യോഗിക അറിയിപ്പ് വരുന്നുണ്ട്. അതായത് ബഹ്റൈനിലേക്കും UAE ഒക്കെയുള്ള കൂടുതൽ വിമാന സർവീസുകൾ കൂടി അതിൻ്റെ ഭാഗമായി അവർ നേരത്തെ റദ്ദാക്കിയിരുന്നു. ഇപ്പോൾ അത് കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ദിവസങ്ങൾ കഴിയുന്തോറും ഈ മധ്യപൂർവേഷ്യ ആ മേഖലയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് കൂടി
ഈ യുദ്ധത്തിന്റെ അനുരണനങ്ങൾ അത് വ്യാപിക്കുന്നു എന്നുള്ളതാണല്ലോ. ഇപ്പോൾ എണ്ണവിലയുടെ വർധനയുടെ കാര്യത്തിലടക്കം അതുണ്ടാകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഈ യുദ്ധ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. അവിടങ്ങളിലൂടെ ഈ ചരക്ക് ഗതാഗതം പഴയ രീതിയിൽ പൂർണ്ണതോതിൽ സാധ്യമാകാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് ഈ എണ്ണ വ്യാപാരത്തെ ബാധിക്കും, അത് ലോകരാജ്യങ്ങളെ ആകെ ബാധിക്കുന്ന നിലയിലേക്ക് മാറും. അതൊക്കെ എത്രത്തോളം ഈ താങ്ങാൻ കഴിയും മറ്റ് രാജ്യങ്ങൾക്ക് എന്നതൊക്കെ ഇപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ഗൾഫ് മേഖലയിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, മുഹമ്മദ് റഹീസ്? ഇതിൽ ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്നും അതിന്റെ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയും കൂടി ചെയ്യണം. അതായത് 2 വിമാനങ്ങൾ ഈ അബുദാബിയിൽ നിന്നും പ്രത്യേക വിമാനങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. അത് വിമാനത്താവളങ്ങളിൽ കിടക്കുന്നവരെ നാട്ടിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അബുദാബിയിൽ നിന്ന് പ്രത്യേക വിമാനങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. അത് മുംബൈയിലേക്കുള്ള ഇത്തിഹാദ് വിമാനമാണ് യാത്ര തിരിച്ചത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കറാച്ചിയിലേക്കുള്ള പ്രത്യേക വിമാനവും അബുദാബിയിൽ നിന്ന് പുറപ്പെട്ടതായി ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് മുംബൈയിലേക്ക് ഒരു ഇത്തിഹാദ് വിമാനം യാത്ര തിരിച്ചിട്ടുണ്ട്, കറാച്ചിയിലേക്കും ഒരു പ്രത്യേക വിമാനം യാത്ര തിരിച്ചിട്ടുണ്ട്. ഇത് വിമാനത്താവളങ്ങളിൽ കുടുങ്ങി നിന്നവരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രം പുറത്തു വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത് എയർലൈൻസ് ഇതുവരെയും സ്ഥിരീകരിച്ചതായി കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് ഈ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരമാണ്. ഇത്തരത്തിൽ പുറത്തേക്ക് പോകാൻ കഴിയുന്നു, രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ കഴിയുന്നു എന്നുള്ളത്. അതായത് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടന്നവർക്ക് മാത്രം അവിടേക്ക് മടങ്ങാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. അത് സ്ഥിരീകരിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ ചില പ്രതീക്ഷയുടെ കിരണങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒന്നാണ്. ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും ഈ ആക്രമണത്തിന്റെ ആ ഒരു ചൂരുമൊക്കെ മറ്റ് രാജ്യങ്ങൾ കൂടി അറിയണം, ഒരു ബുദ്ധിമുട്ട് മറ്റ് രാജ്യങ്ങൾക്ക് ഉണ്ടാകണം എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട മേഖലകളിൽ അവർ ആക്രമണം നടത്തുന്ന മേഖലകൾ, ഇറാൻ ആക്രമണം തൊടുത്തുവിടുന്ന മേഖലകൾ ശ്രദ്ധിച്ചാൽ അത് സ്വാഭാവികമായിട്ടും വ്യോമഗതാഗതത്തെയും ജലഗതാഗതത്തെയും ചരക്ക് നീക്കങ്ങളെയും ഒപ്പം തന്നെ ഊർജ്ജ മേഖലയെ സാരമായി ബാധിക്കുന്ന തരത്തിൽ അങ്ങനെ ഒക്കെയും ഉള്ള ആക്രമണങ്ങളാണ് നടത്തി വരുന്നത്. അപ്പോൾ അത് ലോകം എമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് അതൊരു ത്രെറ്റായി മാറണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ അലോസരപ്പെടുത്തണം, ചിന്തിപ്പിക്കണം. അതൊരു ജനറലി ഒരു യുദ്ധം നടക്കുമ്പോൾ അപലപിക്കുന്ന രീതിയിൽ മാത്രം ഒരു രാജ്യങ്ങളും അതിനെ കണക്കാക്കാതെ അതിൽ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കൂട്ടത്തിനെ ഒരുക്കണം എന്ന നിലയിലേക്കൊക്കെയാണ് എന്തായാലും ഇവരുടെ നീക്കങ്ങളൊക്കെ പോകുന്നത്. ശരി, അത്തരത്തിൽ കൂടി ഇപ്പോൾ ഗൾഫിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.